വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള പാർട്ടുകളാണ് സംസാരിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പ്രാക്ടിക്കലാണ്, അഥവാ അതിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം, പ്രോഫിറ്റ് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. സോ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ കൈവശമുണ്ട്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റായിട്ട് നൽകുന്നതായിരിക്കും. സിമിലർ ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റായിട്ട് നൽകുന്നതായിരിക്കും. എല്ലാ കുട്ടികളും അത് ചെയ്തിരുന്നതിന് ശേഷം എത്ര കുട്ടികൾ ആരൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ റിസൾട്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഗ്രൂപ്പിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. സോ റിക്കൻസിലേഷൻ്റെ പ്രൊസീജിയർ, നമ്മൾ പ്രോഫിറ്റ് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റ് നമ്മുടെ കൈവശം ഉണ്ടാകും. അതല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള ലോസ്, ബിസിനസ്സിൽ ലോസ് ആണെങ്കിൽ ലോസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള ലോസ് നമ്മുടെ കൈവശം ഉണ്ടാകും. ഇവയുടെ തുകകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യത്യാസം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ കാരണങ്ങൾ നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുകയും ഡിഡക്റ്റ് ചെയ്യേണ്ടത് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് രണ്ടും ഒരുപോലെ ആക്കും. ഇതാണ് പ്രോഫിറ്റ് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ ബാങ്ക് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറൂടെ കൊടുത്തിട്ടുണ്ട്. റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മേ ബി പ്രിപ്പയർഡ്. അപ്പോൾ റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ തുടങ്ങാം? പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്, കോസ്റ്റ് അക്കൗണ്ട് പ്രകാരമുള്ള പ്രോഫിറ്റിൽ നമുക്ക് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റിലോട്ട് നമ്മൾ എത്തണം. പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റിലാണ് നമ്മൾ തുടങ്ങിയതെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റിലോട്ട് നമ്മൾ എത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും തുടങ്ങാം. ഇനി ബിസിനസ് സ്ഥാപനത്തിൽ ലോസ് ആണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള ലോസിൽ സ്റ്റാർട്ട് ചെയ്യാം, ലോസ് ആണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള ലോസിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേതിലോട്ട് നമ്മൾ എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി ചില കാര്യങ്ങൾ കൂട്ടേണ്ടതായിട്ട് വരും, ചില കാര്യങ്ങൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. ഇതാണ് റിക്കൻസിലേഷൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോളോയിങ് സ്റ്റെപ്സ് ഷോൾ ബി ടേക്കൺ ടു പ്രിപ്പയർ എ റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അസർട്ടൈൻ ദ വേരിയസ് ഐറ്റംസ് ആൻഡ് എമൗണ്ട്സ് കോസ്റ്റ് ഫോർ ഡിസഗ്രിമെൻറ്റ് ഇൻ പ്രോഫിറ്റ്. ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ വ്യത്യാസം, രണ്ട് അക്കൗണ്ടൻസികളിലും പ്രോഫിറ്റിൻ്റെ വ്യത്യാസം വരാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റും എടുത്തിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം വരാൻ കാരണമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം എടുക്കുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ദ ഫോളോയിങ് സ്റ്റെപ്പ് ഷോൾ ബി ടേക്കൺ ടു പ്രിപ്പയർ എ റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അസർട്ടൈൻ ദ വേരിയസ് ഐറ്റംസ് ആൻഡ് എമൗണ്ട്സ് കോസ്റ്റ് ഫോർ ഡിസഗ്രിമെൻറ്റ് ഇൻ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, ഇഫ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ഈസ് ടേക്കൺ ആസ് ദ ബേസ്, അഥവാ നമ്മൾ ആദ്യം കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് എവിടെ എത്തിച്ചേരണം? ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റിൽ എത്തിച്ചേരണം. അപ്പോൾ അങ്ങനെ ബേസ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂസ് ദ ലോജിക് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ലോജിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് മോർ എക്സ്പെൻസ് ലെസ് പ്രോഫിറ്റ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ചിലവ് കൂടുന്തോറും പ്രോഫിറ്റ് കുറയും. സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസ് കൂടുന്തോറും പ്രോഫിറ്റ് കുറയും. അതുപോലെ തന്നെ എക്സ്പെൻസ് കുറയും തോറും പ്രോഫിറ്റ് കൂടും. ഓക്കെ, നമുക്കറിയാം പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോസ്റ്റ് കുറയും തോറും പ്രോഫിറ്റ് കൂടും, അതുപോലെ കോസ്റ്റ് കൂടും തോറും പ്രോഫിറ്റ് കുറയുകയും ചെയ്യും. ഇനി ഇൻകം, വരുമാനം കൂടുന്തോറും പ്രോഫിറ്റും കൂടും, വരുമാനം കുറയും തോറും പ്രോഫിറ്റും കുറയും. ഈ ഒരു ലോജിക്ക് വേണം നമ്മൾ എപ്പോഴും ഈ പ്രോഫിറ്റ് റിക്കൻസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യമേ തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റാണ് ബേസ് ആയിട്ട് എടുത്തതെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റാണ് ബേസ് ആയിട്ട് എടുത്തതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോരുത്തരും നോക്കുക. ഫസ്റ്റ് വൺ, ഇൻകം ക്രെഡിറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓൺലി. ഇൻകം ക്രെഡിറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓൺലി. ഇൻകം ക്രെഡിറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓൺലി. അതായത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്കിനി എത്തേണ്ടത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റിലാണ് നമുക്ക് എത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻകം ക്രെഡിറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓൺലി. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം കാണിച്ചിട്ടുള്ള ഇൻകങ്ങൾ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം ചില ഇൻകങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ആ പ്രോഫിറ്റിലോട്ട് നമ്മൾ എത്തണമെങ്കിൽ ആ ഇൻകവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം.
രണ്ടാമത്തെ കാര്യം നോഷണൽ ചാർജസ് ഇൻ കോസ്റ്റ് അക്കൗണ്ട് ഒള്ളി. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ ചില നോഷണൽ ചാർജസ് നമ്മൾ എടുക്കും. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി എടുക്കാത്ത ചില ചാർജുകൾ കോസ്റ്റ് അക്കൗണ്ടൻസി എടുക്കും. അപ്പോൾ ആ ചാർജുകൾ കോസ്റ്റ് അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പെൻസ് കൂടുതലാണ്. എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് കുറവാണ്. ഏതിനെക്കാട്ടി? ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയെക്കാട്ടി. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകണമെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസിയിലും അതേ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൂട്ടേണ്ടി വരും. ഒന്നുകൂടെ പറയാം. നോഷണൽ ചാർജസ് മീൻസ് കോസ്റ്റ് അക്കൗണ്ടൻസി മാത്രം എടുത്ത ചില എക്സ്പെൻസുകളാണ്. കോസ്റ്റ് അക്കൗണ്ടൻസി ആ എക്സ്പെൻസ് എടുത്തത് കാരണമായിട്ട് കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് കുറയും. നമുക്കറിയാം എക്സ്പെൻസ് കൂടുന്നതോറും പ്രോഫിറ്റ് കുറയും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് അവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഏതിനെക്കാട്ടി? ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയെക്കാട്ടി കുറഞ്ഞിരിക്കുകയാണ്. സോ അതിലോട്ട് എത്തണമെങ്കിൽ നമ്മൾ എടുത്ത ആ എക്സ്പെൻസുകൾ എത്രയാണോ ആ എക്സ്പെൻസുകൾ അത്രയും തന്നെ കൂട്ടണം. കൂട്ടിയാൽ മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റിലോട്ട് എത്തത്തുള്ളൂ. വൺസ് അഗെയിൻ, കോസ്റ്റ് അക്കൗണ്ടൻസി എടുത്തിരിക്കുന്ന എക്സ്പെൻസുകൾ കാരണമായിട്ട് കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് കുറവാണ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് അവിടെ കൂടുതലുമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകണമെങ്കിൽ നമ്മൾ ആ എക്സ്പെൻസുകൾ എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടിയാൽ മാത്രമേ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകത്തുള്ളൂ. ഇനി അടുത്ത മൂന്നാമത്തെ ആഡ് ചെയ്യാനുള്ള കാര്യം വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ടേക്കൺ മോർ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ തിയററ്റിക്കൽ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് കുറവാണെങ്കിൽ പ്രോഫിറ്റ് കുറവായിരിക്കും. ഇതേപോലെ നേരെ തിരിച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടുതൽ ആണെങ്കിൽ പ്രോഫിറ്റ് കുറവായിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് കുറവാണെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. ഇവിടെ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ടേക്കൺ മോർ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടുതലാണ്? പ്രോഫിറ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കൂട്ടണം. അതിനുവേണ്ടി നമ്മൾ ഈ പറയുന്ന ഐറ്റം ആഡ് ചെയ്യണം. എത്രയാണോ അവിടെ കൂടുതൽ അത്രയും നമ്മൾ ഇവിടെയും ആഡ് ചെയ്യണം. ഇനി വാല്യൂ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ടേക്കൺ ലെസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ എത്ര കുറവാണോ അത്രയും പ്രോഫിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എത്ര പ്രോഫിറ്റ് കൂടുതലാണോ, ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ എത്ര പ്രോഫിറ്റ് കൂടുതലാണോ അത്രയും കൂടെ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ഐറ്റം, അഞ്ചാമത്തെ ഐറ്റം കൊടുത്തിരിക്കുന്നത് ഓവർ ഹെഡ്സ് ചാർജ്ഡ് മോർ ഇൻ കോസ്റ്റ് അക്കൗണ്ട്. കോസ്റ്റ് അക്കൗണ്ടൻസി എടുത്തിരിക്കുന്ന ഓവർ ഹെഡ് എക്സ്പെൻസുകൾ കൂടുതലാണെങ്കിൽ, കോസ്റ്റ് അക്കൗണ്ടൻസി ഓവർ ഹെഡ് എക്സ്പെൻസുകൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസിയിലെ പ്രോഫിറ്റ് കുറവായിരിക്കും. നമുക്കറിയാം എക്സ്പെൻസ് കൂടുമ്പോൾ പ്രോഫിറ്റ് കുറയും. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി ഓവർ ഹെഡ് എക്സ്പെൻസുകൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസിയിലെ പ്രോഫിറ്റ് കുറവാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയെക്കാട്ടി. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ആഡ് ചെയ്യണം. അടുത്തത് ആറാമത്തത് ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ലെസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എടുത്തപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയും ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ കുറവാണ്, അഥവാ എക്സ്പെൻസ് കുറവാണെങ്കിൽ പ്രോഫിറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ കൂടുതലാണ്. എക്സ്പെൻസ് കുറവാണെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടുതലാണ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ അത്രയും കൂടുതൽ വന്നതുകൊണ്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ അത് ആഡ് ചെയ്യണം. സോ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് ലെസ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ കുറവായത് കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടുതലാണ്. ആ പ്രോഫിറ്റിലോട്ട് എത്താൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടൻറ്റും അതേ പ്രോഫിറ്റ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അബ്നോർമൽ ഗെയിൻസ് ടേക്കൺ ഓൺലി ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ചില നേട്ടങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ആ നേട്ടങ്ങൾ കാരണമായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. ആ കൂടി നിൽക്കുന്ന പ്രോഫിറ്റിലോട്ട് എത്താൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടൻസിയും അതേ കാര്യങ്ങൾ ആഡ് ചെയ്യണം, എങ്കിലേ അതിലോട്ട് എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ്. ചില കാര്യങ്ങൾ കുറയ്ക്കാനുള്ള ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ചാർജ്ഡ് ഓൺലി ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം ചില എക്സ്പെൻസുകൾ കാണിച്ചിട്ടുണ്ട്. ചില എക്സ്പെൻസുകൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം കാണിക്കുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ആ എക്സ്പെൻസ് കാണിച്ചത് കാരണമായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിലോട്ട് എത്താൻ വേണ്ടി നമ്മുടെ പ്രോഫിറ്റും അഥവാ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റും കുറയ്ക്കണം. രണ്ടാമത്തത് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്. കോസ്റ്റ് അക്കൗണ്ടൻസി ചില എക്സ്പെൻസുകൾ കുറച്ചെടുത്തു, ഓവർ ഹെഡ് എക്സ്പെൻസുകൾ കുറച്ചെടുത്തു. അപ്പോൾ എക്സ്പെൻസ് കുറച്ചെടുത്തത് കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് എന്താണ്? എക്സ്പെൻസ് കുറച്ചെടുത്തത് കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടുതലാണ്. എക്സ്പെൻസ് കുറച്ചെടുത്തത് കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയെക്കാട്ടി കൂടി നിൽക്കുകയാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകണമെങ്കിൽ അതും കൂടെ കുറയ്ക്കണം. കുറച്ചാലേ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയും കോസ്റ്റ് അക്കൗണ്ടൻസിയും ഒരുപോലെ ആകുകയുള്ളൂ. തേർഡ് വൺ, എക്സസ് ഡിപ്രീസിയേഷൻ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്.
ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ കൂടി നിൽക്കുന്നു. ഡിപ്രീസിയേഷൻ കൂടി നിൽക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കും. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കുറയ്ക്കണം. ആ പറയുന്ന ഐറ്റം നമ്മൾ കുറയ്ക്കണം. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ലെസ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പ്രോഫിറ്റും കുറവായിരിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കുറവാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസിയും അതുപോലെ ചെയ്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ എത്തണമെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ എത്രയാണോ കുറവ് അത്രയും ഇവിടെയും കുറയ്ക്കണം. അതുകൊണ്ടാണ് ഈ ഐറ്റമും ഡിഡക്റ്റിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ കുറേ കൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. സോ നമുക്ക് ആദ്യത്തെ ഇല്ലസ്ട്രേഷനിലോട്ട് വരാം. പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് വിത്ത് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റിലൂടെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ 1 പറയുന്നത് 31 മാർച്ച് 2018 കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് എ മാനുഫാക്ചറിംഗ് കൺസേൺ ഷോ എ പ്രോഫിറ്റ് ഓഫ് ₹1,40,000. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റ് 1,40,000 ആണ്. ദ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് റിവീൽ എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹1,53,200 ഫോർ ദ ഇയർ. അതേസമയം ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി നോക്കിയപ്പോൾ 1,53,200 പ്രോഫിറ്റായിട്ട് കാണുന്നത്. അപ്പോൾ വ്യത്യാസമുണ്ട് നമുക്ക് മനസ്സിലായി. കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് 1,40,000, ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയുടെ പ്രോഫിറ്റ് 1,53,200. അപ്പോൾ വ്യത്യാസങ്ങൾക്ക് കാരണമായ ഡീറ്റെയിൽസും താഴെ തന്നിട്ടുണ്ട്. ഓൺ വെരിഫൈങ് കോസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ ബുക്സ് ദ ഫോളോയിങ് വെയർ ഒബ്സർവ്. ഈ പറയുന്ന വ്യത്യാസങ്ങൾ അവിടെ അവർ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എടുത്തിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടാവും, ചില കാര്യങ്ങൾ ലെസ് ചെയ്യാനുണ്ടാവും. അത് ഏതെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ചില കാര്യങ്ങൾ ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ആദ്യത്തെ ഐറ്റം ബാഡ് ഡെപ്സ് റിട്ടേൺ ഓഫ്. നമുക്കറിയാം ബാഡ് ഡെപ്സ് സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിലാണ് എന്ത് ചെയ്യുന്നത്? എഴുതി തള്ളുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത്. ബാഡ് ഡെപ്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസാണ്. അപ്പോൾ ബാഡ് ഡെപ്സ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം കാണിച്ചു. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം ബാഡ് ഡെപ്സ് എന്ന് പറയുന്ന എക്സ്പെൻസ് കാണിച്ചു. ഇപ്പോൾ എക്സ്പെൻസ് കൂടി ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ എന്ത് കുറവായിരിക്കും? ആ എക്സ്പെൻസ് കാരണമായിട്ട് പ്രോഫിറ്റ് കുറവായിരിക്കും. സോ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നിന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിലോട്ട് എത്താൻ വേണ്ടി നമ്മളും കുറയ്ക്കണം. ബാഡ് ഡെപ്സ് റിട്ടേൺ ഓഫ് എന്നുള്ള ആ ഡീറ്റെയിൽ 3,000 നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ ലോസ് ഡ്യൂ ടു ഒബ്സലസൻസ് ചാർജ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ വന്നൊരു ലോസാണ്. ലോസ് മീൻസ് എക്സ്പെൻസാണ്. അപ്പോൾ എക്സ്പെൻസ് വന്നത് കാരണമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ എക്സ്പെൻസ് കൂടി നിൽക്കുന്ന കാരണമായിട്ട് അവിടെ പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ ലോസ് ഡ്യൂ ടു ഒബ്സലസൻസ് ചാർജ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ വന്നിരിക്കുന്ന ലോസ് കാരണമായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കുറവാണ്. സോ കോസ്റ്റ് അക്കൗണ്ടൻറ്റും പ്രോഫിറ്റ് കുറയ്ക്കണം ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ എത്താൻ വേണ്ടിയിട്ട്. സോ അത് ഡിഡക്റ്റ് ചെയ്യേണ്ട ഐറ്റമാണ് ആ 4,000. നെക്സ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻറ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ മാത്രം കുറച്ച് ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കിട്ടി. ഇൻട്രസ്റ്റും ഡിവിഡൻറ്റും കിട്ടുമ്പോൾ അവിടെ അതൊരു ഇൻകമാണ്. ആ ഇൻകം കൂടുമ്പോൾ പ്രോഫിറ്റും കൂടും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നിന്നും പ്രോഫിറ്റ് കൂട്ടണം. അഥവാ ആ 12,000 രൂപ നമ്മൾ കൂട്ടേണ്ടതാണ്. കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ അത് കൂടി നിൽക്കുകയാണ്. സോ കോസ്റ്റ് അക്കൗണ്ടൻസിയിലും അത് കൂട്ടണം. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെ ആകാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടൻസിയിലും അത് കൂട്ടണം. നെക്സ്റ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രെഡിറ്റഡ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റാണ്, അതൊരു ഇൻകമാണ്. ഇൻകം കൂടിയപ്പോൾ പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ കൂടി നിൽക്കുന്ന പ്രോഫിറ്റിനോടൊപ്പം എത്താൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടൻസിയിലും പ്രോഫിറ്റ് കൂട്ടണം. 6,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. ദെൻ ഡിപ്രീസിയേഷൻ ചാർജ്ഡ് മോർ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്. എക്സ്പെൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ഡിപ്രീസിയേഷൻ കൂടുതലായിട്ട് കാണിച്ചിരിക്കുകയാണ്. എക്സ്പെൻസ് കൂടിയപ്പോൾ എന്ത് കുറവാണ്? പ്രോഫിറ്റ് കുറവാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കുറവാണ്. സോ അതിലോട്ട് എത്താൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടൻസിയിലും കുറയ്ക്കണം. സോ അത് കുറയ്ക്കേണ്ട ഐറ്റമാണ്. 3,200 രൂപ കുറയ്ക്കേണ്ട ഐറ്റമാണ്. നെക്സ്റ്റ് ഫാക്ടറി ഓവർ ഹെഡ് ചാർജ്ഡ് മോർ ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ കൂടി നിൽക്കുകയാണ്. അതൊരു എക്സ്പെൻസാണ്. എക്സ്പെൻസ് കൂടി നിൽക്കുകയാണ്. എക്സ്പെൻസ് കൂടി നിൽക്കുമ്പോൾ എന്ത് കുറയും? പ്രോഫിറ്റ് കുറയും. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കുറഞ്ഞു നിൽക്കുന്നു. കോസ്റ്റ് അക്കൗണ്ടൻസി അതുപോലെ ആവാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടൻസിയും കുറയ്ക്കണം. 1,600 രൂപ കോസ്റ്റ് അക്കൗണ്ടൻസിയിലും കുറയ്ക്കണം. നെക്സ്റ്റ് ഫാക്ടറി ഓവർ ഹെഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓഫീസ് ഓവർ ഹെഡ്. ഓക്കെ, ഓഫീസ് ഓവർ ഹെഡ് ചാർജ്ഡ് ലെസ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. ഇപ്പോൾ ഓഫീസ് ഓവർ ഹെഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ കുറഞ്ഞു നിൽക്കുന്നു. അഥവാ എക്സ്പെൻസ് കുറഞ്ഞു നിൽക്കുന്നു. എക്സ്പെൻസ് കുറഞ്ഞപ്പോൾ പ്രോഫിറ്റ് കൂടുതലാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു എന്നർത്ഥം.
ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു. കോസ്റ്റ് അക്കൗണ്ടൻസിയും ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയും ഒരുപോലെ ആവാൻ വേണ്ടി കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ അത് കൂട്ടണം. ഓക്കെ, സോ 2800 രൂപ കൂട്ടണം. അടുത്തത് സെല്ലിംഗ് ഓവർ ഹെഡ് ചാർജഡ് ലെസ് ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. അപ്പോൾ ഓഫീസ് ഓവർ ഹെഡ് പോലെ തന്നെയാണ് സെല്ലിംഗ് ഓവർ ഹെഡ്. ഓക്കെ, സെല്ലിംഗ് ഓവർ ഹെഡ് അവിടെ കുറഞ്ഞു നിൽക്കുന്നു. സെല്ലിംഗ് ഓവർ ഹെഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ കുറഞ്ഞു നിൽക്കുന്നു മീൻസ് എക്സ്പെൻസ് കുറഞ്ഞിരിക്കുന്നു. എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടുതലാണ്. എക്സ്പെൻസ് കുറയുമ്പോൾ പ്രോഫിറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടി നിൽക്കുന്നു, കോസ്റ്റ് അക്കൗണ്ടൻസിയും കൂട്ടണം. സോ 1800 രൂപ ആഡ് ചെയ്യണം. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ചാർജ്ഡ് മോർ ഇൻ ഫിനാൻഷ്യൽ ബുക്സ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് കൂടുതലായിട്ട് കാണുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ കൂടുതലായിട്ട് കാണുന്നു. അതൊരു എക്സ്പെൻസാണ്. ആ എക്സ്പെൻസ് കൂടുതലാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിലെ പ്രോഫിറ്റ് കുറവാണ്. അത്ര കണ്ട് തന്നെ കോസ്റ്റ് അക്കൗണ്ടൻസിയും പ്രോഫിറ്റ് കുറയ്ക്കാൻ വേണ്ടി അതേ ഐറ്റം 600 രൂപ കുറയ്ക്കണം. നെക്സ്റ്റ് റെൻറ്റ് ചാർജ്ഡ് ഓൺലി ഇൻ കോസ്റ്റ് ബുക്ക്. ഇപ്പോൾ റെൻറ്റ് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ മാത്രം ചാർജ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ റെൻറ്റ് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ കാണിച്ചത് കാരണം റെൻ്റ് എന്ന് പറയുന്നൊരു എക്സ്പെൻസാണ്. ആ എക്സ്പെൻസ് കാണിച്ചത് കാരണം കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ എന്ത് കുറവാണ്? പ്രോഫിറ്റ് കുറവാണ്. ആ ഒരു എക്സ്പെൻസ് കാണിച്ചത് കാരണം കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കുറവാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടൻസിയിൽ പ്രോഫിറ്റ് കൂടി നിൽക്കുകയാണ് അല്ലേ? നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസി പോലെയാണ് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. സോ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് ആ പറയുന്ന 3000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക് പ്രകാരമുള്ള പ്രോഫിറ്റ് എഴുതണം. 1,40,000 രൂപ. ആ 1,40,000 രൂപ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അവിടെയല്ല കാണിക്കേണ്ടത്. അതായത് ആ ടേബിളിൻ്റെ വലതുവശത്താണ് കാണിക്കേണ്ടത് 1,40,000 രൂപ. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് 25,600 രൂപ ടോട്ടലായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലെസ് ചെയ്യേണ്ട ഐറ്റംസ്. ഓക്കെ, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ലെസ്സും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1,53,200 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസറാണ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്സ്. പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്സ്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നതിൽ കുറച്ച് അലൈൻമെൻറ്റിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്സ് എന്ന് എഴുതിയിരിക്കുന്ന നേർക്കല്ല 1,53,200 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗൈഡ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ടത് മനസ്സിലാവും. അപ്പോൾ ഈ രീതിക്ക് ചില കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ രീതിക്ക് ചില കാര്യങ്ങൾ ലെസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളൊരു മെമ്മോറാണ്ടം റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പ്രിപ്പയർ ചെയ്യും. അത് വേറൊന്നുമില്ല, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഥവാ കോസ്റ്റ് അക്കൗണ്ടൻസി പ്രകാരമുള്ള പ്രോഫിറ്റ് 1,40,000 ആഡ് ചെയ്യേണ്ട ഐറ്റംസും രണ്ടും അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ മെമ്മോറാണ്ടം റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് തന്നെയാണ്. സാധാരണ അക്കൗണ്ട്സ് വരയ്ക്കുന്നത് പോലെ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാകും. അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് ബുക്ക് 1,40,000 ആഡ് ചെയ്യേണ്ട ഐറ്റംസും കാണിക്കേണ്ടത്. അതിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ലെസ് ചെയ്യേണ്ട ഐറ്റവും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ ബുക്സും കാണിക്കേണ്ടത്. ഇത്രയും കാണിക്കുമ്പോൾ ആ അക്കൗണ്ട് ആ മെമ്മോറാണ്ടം റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ടാലി ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് പ്രകാരമുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഇവിടെ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് കൂടെ ഉൾപ്പെടുത്തിയിടണം. പേര് കൂടെ ഉൾപ്പെടുത്തിയിട്ടാൽ മാത്രമേ എനിക്കത് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. സോ നിങ്ങളുടെ ആ ഒരു ആൻസറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മുന്നോട്ടുള്ള ക്ലാസ്സുകൾ പോകുന്നത്. ഇതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ആൾ.